Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളത്തെ വിലക്കയറ്റത്തിൽ 1-ാം സ്ഥാനത്തെത്തിക്കാൻ മാത്രമാണ് പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എ. ആരോപിച്ചു. തൃക്കരിപ്പൂർ തങ്കയത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട സപ്ലൈകോയ്ക്ക് കോടികളുടെ ബാധ്യതയാണ് വരുത്തിയിട്ടുള്ളത്. എന്നാൽ ബിവറേജസിന് മാത്രമാണ് പണം ഇഷ്ടം പോലെ നൽകുന്നത്. വൈദ്യുതി ചാർജ് 4 തവണയാണ് പിണറായി ഭരണത്തിൽ കൂട്ടിയത്. 5ാമത്തേത് കൂട്ടാൻ തയ്യാറായി കത്ത് നൽകിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയിൽ CPM-ന് പങ്കുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന് പറയും. അതായത് അയ്യപ്പന്റെ അനുഗ്രഹം നിറയുമ്പോൾ ഈ കാനനപാതയിലെ കല്ലും മുള്ളും ഞങ്ങളുടെ കാലിന് മെത്തയായി മാറും. ഞങ്ങളുടെ കാലിനൊന്നും പറ്റില്ല. വിശ്വാസം. ഇത് പിണറായി വിജയൻ എഴുതി കൊടുത്താനുള്ള കുഴപ്പമാണോ വായിച്ച പിണറായിയുടെ കുഴപ്പമൊന്നും അറിയില്ല. പിണറായി വായിച്ചപ്പോൾ കല്ലും മുള്ളും കാലി കുത്താന്ന്. ഞങ്ങൾ ചോദിച്ചു, എന്ത് കുത്തയാണോ? അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയില്ല. അതിനു മുമ്പ് ഹൈക്കോടതിയുടെ വിധി വന്നു. പിലിക്കോട് ഡിവിഷൻ തിരഞ്ഞെടുപ്പ് ചെയർമാൻ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് P.K. ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K.K. രാജേന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി K. നീലകണ്ഠൻ, ഡിവിഷൻ കൺവീനർ P. കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, CMB കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ V.K. രവീന്ദ്രൻ, K. ശ്രീധരൻ മാസ്റ്റർ, MDP കരീം, KV വിജയൻ, VK ബാവ, PV മുഹമ്മദ് അസ്ലം, നിഷാം പട്ടേൽ, ലത്തീഫ് നീലഗിരി, പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, ചെറുവത്തൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി VM സാന്ദ്ര എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സാധാരണയായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമോ പാർട്ടിയുടെ കൊടിയോ നിറമോ ധരിച്ചുള്ള പ്രവർത്തകരെയാണ് കാണാറുള്ളത്. എന്നാൽ രാമന്തളി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ ഒരേപോലുള്ള കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ച് പ്രചാരണത്തിനിറങ്ങിയത് ശ്രദ്ധ നേടുകയാണ്. നിരവധി പ്രചരണ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ രാമന്തളിയിൽ നിന്നും ഒരു വ്യത്യസ്ത വാർത്തയാണ് നമുക്ക് കാണിക്കാനുള്ളത്. എന്താണെന്നല്ലേ, എന്റെ പിറകിൽ കാണുന്നതാണ്. എല്ലാവരും യൂണിഫോമിറ്റിയോട് കൂടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. രാമന്തളി 17-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായ സന്ധ്യ എസിനു വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നത് ഒരേ വേഷം ധരിച്ചവരാണ്. ആഴ്ചയിൽ ഒരു ദിവസം സഹകരണ ജീവനക്കാർ കൈത്തറി വസ്ത്രം ധരിക്കണം എന്ന സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഇവർ ഈ വേഷം ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമ്പോൾ ഇവർ ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചത് വേറിട്ട കാഴ്ചയാവുകയാണ്. രാമന്തളി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരാണ് പ്രചരണത്തിനിറങ്ങുന്നവരിൽ കൂടുതലും. ഈ ബാങ്കിൽ നിന്ന് തന്നെയുള്ള 3 പേർ സ്ഥാനാർത്ഥികൾ ആണെന്നതാണ് മറ്റൊരു കൗതുകകരമായ വാർത്ത. നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, അതായത് ഇങ്ങനെ വോട്ട് പിടിക്കുന്നതുമല്ല. പക്ഷെ ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് യൂണിഫോം ഇതിന് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത്? എങ്ങനെയാണ്? അല്ല, നമ്മൾ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ രാമന്തളി സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജൻറ് കൂടിയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDF 17-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം യൂണിഫോം ആണ്. അതെ. അപ്പോൾ അത് ഈ വ്യത്യസ്തതയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ആ ഒരു ഡ്രസ്സ് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ആൾക്കാർ ഇതിൽ ഒരു കൗതുകം കാണുന്നുണ്ടോ? കൗതുകം കാണുന്നുണ്ടോ വെച്ചാൽ നമ്മളൊരു ഒരുമയാണല്ലോ കാണിക്കുന്നത്. ഇത് തിങ്കളാഴ്ച ദിവസങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന യൂണിഫോമാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ബാങ്കിൽ നമ്മൾ തിങ്കളാഴ്ച ദിവസമാണ് ഈ യൂണിഫോം ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഈ യൂണിഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും, നാട്ടുകാരെല്ലാവരും നല്ല അതിശയത്തോടു കൂടിയാണ് കാണുന്നത്. അത് നല്ലൊരു ഇതായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ OK ശശിധരനും 17-ാം വാർഡിൽ സന്ധ്യ എസും
18-ാം വാർഡിൽ AKV ശൈലജയുമാണ് മത്സര രംഗത്തുള്ളവർ. രാമന്തളി സർവീസ് ബാങ്കിലെ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ബാങ്കിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഒരു കോഡ് വർക്ക് നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഖാദി ഉൽപ്പന്നം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജീവനക്കാരും ഒരു ദിവസം ഖാദി ഡ്രസ്സ് ധരിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇത് വർഷങ്ങളായി നമ്മൾ ബാങ്കിനകത്ത് തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ദിവസം ഖാദി വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ജോലി, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ പ്രചരണത്തിന് വന്നിട്ടുള്ളത്. നമ്മുടെ ബാങ്കിലെ ഇടപാടുകാരെ എല്ലാവരെയും ഒന്നിച്ച് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു നാട്ടുകാരെല്ലാം തന്നെ വളരെ കൗതുകത്തോടു കൂടി ഇന്നത്തെ ഈ പ്രചരണ പ്രവർത്തനത്തെ നോക്കിക്കാണുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ആ ബാങ്കിൽ തന്നെ 3 ആൾക്കാർ സ്ഥാനാർത്ഥികളാണല്ലേ? അതിൽ തന്നെ ഒരു വ്യത്യസ്തത തോന്നുന്നു. അപ്പോൾ ആരൊക്കെയാണ് ആ സ്ഥാനാർത്ഥികൾ? 3 സ്ഥാനാർത്ഥിമാരിൽ 6-ാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട്. അതുപോലെ 17-ാം വാർഡിൽ നിന്ന് കളക്ഷൻ ഏജൻ്റായിട്ടുള്ള സന്ധ്യയും 18-ാം വാർഡിൽ നിന്ന് മറ്റൊരു കളക്ഷൻ ഏജൻ്റായിട്ടുള്ള ശൈലജ AKVയും 3 സ്ഥാനാർത്ഥികളാണ് രാമന്തളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ രാമന്തളിയിൽ നിന്നുള്ള ഈ കാഴ്ച വളരെ വ്യത്യസ്തമാവുകയാണ് ജനങ്ങൾക്കിടയിലും. എന്തായാലും 3 സ്ഥാനാർത്ഥികൾക്കും ഭാവുകങ്ങൾ നേരുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം ഞായറാഴ്ച വൈകിട്ടോടെ ഭക്തിനിർഭരമായി സമാപിച്ചു. മഹോത്സവത്തിന്റെ കലാസാംസ്കാരിക പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. കഴിഞ്ഞ 15 ദിവസക്കാലത്തോളം പയ്യന്നൂർ നഗരിയെ ഉത്സവ ലഹരിയിലാഴ്ത്തിയ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആരാധനാ മഹോത്സവം ഞായറാഴ്ച വൈകിട്ടോടെ ഭക്തി നിർഭരമായി സമാപിച്ചു. ആരാധനാ മഹോത്സവത്തിന്റെ കലാസാംസ്കാരിക പരിപാടികളുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സുള്ളത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ സമാപനത്തിൽ എന്നെ ക്ഷണിക്കാൻ ഇവർ തയ്യാറായത്. ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾക്കൊള്ളുക. എക്സ്ക്ലൂസീവ്നെസ്, പുറന്തള്ളുക. ഇതിൽ ഉൾക്കൊള്ളുക എന്ന ആശയമാണ് പയ്യന്നൂരിലെ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് മാധവേട്ടൻ എന്നെ ക്ഷണിച്ചപ്പോൾ തുറന്ന മനസ്സോടെ ഇതിൽ പങ്കെടുക്കാൻ തയ്യാറായത്. ഇത്രയും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്ക് പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കിയ വടശ്ശേരിയിലെ പ്രശസ്ത പാചക വിദഗ്ധനായ മാങ്കുന്ന് ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജോത്സ്യർ AV മാധവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ OK വാസു മാസ്റ്റർ മുഖ്യാതിഥിയായി. VP സുമിത്രൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, K ജയരാജ്, CK രമേശൻ മാസ്റ്റർ, K ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കഴിഞ്ഞ 15 ദിനങ്ങളിലും ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വിശേഷാൽ പൂജകളും ആചാരപരമായ ചടങ്ങുകളും കൊണ്ട് ഭക്തിസാന്ദ്രമായിരുന്നു ഓരോ ദിനവും. ഉത്സവത്തിന്റെ അവസാന നാളുകളിൽ ക്ഷേത്രത്തിലെത്തിയവർ നിറഞ്ഞ മനസ്സോടെയാണ് മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം പഞ്ചായത്ത് 12-ാം വാർഡ് UDF സ്ഥാനാർത്ഥി MP മുഹമ്മദ് കുഞ്ഞിയുടെ പ്രചരണ ബോർഡ് നശിപ്പിച്ചതായി പരാതി. കുറുവാട് സ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ചത്. ഏഴോം പഞ്ചായത്ത് 12-ാം വാർഡ് ഏഴോം മൂലയിലെ UDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് കുഞ്ഞിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡാണ് നശിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബോർഡ് നശിപ്പിച്ചത്. രാവിലെ ഇത് പുനഃസ്ഥാപിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ബോർഡ് നശിപ്പിക്കുകയായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. പരാജയഭീതിയാവാം ഇത്തരം പ്രവണതകൾക്ക് പിന്നിലെന്ന് MP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. രാത്രി ഞങ്ങൾ കെട്ടിയ ബോർഡ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ താർത്തിട്ടാണുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഇന്ന് കുറച്ച് ഒരു മണിക്കൂർ മുമ്പേ ഇത് ഇവിടെ വന്ന് വീണ്ടും സെറ്റ് ചെയ്തു. അത് വീണ്ടും തകർത്തപ്പെട്ടു. കാരണം ഇത് ആര് ചെയ്താലും അത് തെറ്റാണ്. ഒരു ബോർഡിൽ ഒന്നുമില്ല. കാരണം ബോർഡ് സാധാരണ ഒരു ഷോ മാത്രം, ഒരു ഇലക്ഷൻ പ്രചരണം മാത്രം. ജനങ്ങളെ മനസ്സുകാർക്കും തന്നെ തകർക്കാൻ കഴിയില്ല. കാരണം ആര് തകർത്താലും അത് ശരിയല്ല. ഇനിയുള്ള അങ്ങോട്ടുള്ള ഇലക്ഷൻ പ്രചരണം സമാധാനപരമായി നടത്തണം എന്നല്ല. ഞങ്ങൾ എത്ര ബോർഡ് ഞങ്ങൾ തകർത്താലും ആര് തകർത്തോ ഒരു ബോർഡും ഞങ്ങൾ തകർക്കൂല. അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആരെയും കണ്ടിട്ടില്ല, നമ്മൾ ആരെയും കുറ്റപ്പെട്ട തകർത്തവരെയാണ് പറയുന്നത്. ഇത് ആര് തകർത്തിയാലും അത് തെറ്റാണ്. ഈ ഒരു ബോർഡ് തകർത്തിയോണ്ടും ഇവിടെ ജയം പരാജയം കണക്കാക്കാൻ കഴിയില്ല. സാധാരണ ജനങ്ങളുടെ മനസ്സിലാണ് ഉള്ളത്. ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആർക്കും തന്നെ ആരെയും മാറ്റാൻ വേണ്ടി കഴിയില്ല. ഈ ഒരു ബോർഡ് തകർത്താൽ വേറെ ബോർഡ് വെക്കാം. അതുകൊണ്ട് പ്രശ്നമില്ല. അവർ വീണ്ടും തകർക്കായിരിക്കും. ആര് തകർത്താലും ഇന്നാളെ തകർത്ത് നമ്മൾ പറയുന്നില്ല. ആര് തകർത്താലും അത് പ്രശ്നമല്ല. ഇത് ഒരു ബോർഡ് വെച്ച് വേറൊരു ബോർഡ് ഞങ്ങൾ വെക്കും.
എം സായിദ്, ബി അബ്ദുൽ ജബ്ബാർ, എസ് പി പ്രജിത്ത്, സി കെ പി മുസ്തഫ, സി പി മുസ്തഫ, കെ ബാബുരാജ്, ടി ബോസ്, സി പി സക്കീർ ഹുസൈൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേന്ദ്രീകൃത ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിൽ വരുത്തണമെന്ന് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ നടന്ന കൺവെൻഷൻ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ഉയരു പതാകെ, ഉയരു പതാകെ, ഉയരു പതാകെ, ഉയരു പതാകെ. കേന്ദ്രീകൃത ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിൽ വരുത്തണമെന്ന് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഹോട്ടൽ റെസ്റ്റോറന്റ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ 2025 നവംബർ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിൽ നടന്നു. സാധനങ്ങളുടെ വിലവർദ്ധനവും ഉദ്യോഗസ്ഥന്മാരുടെ അനാവശ്യ ഇടപെടലും ഇന്ന് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കെട്ടിട വാടക, വൈദ്യുതി ചാർജ്, വിവിധ നികുതികൾ, ലൈസൻസ് തുടങ്ങിയവ ഹോട്ടൽ വ്യവസായത്തെ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കോമ്പസിഷൻ രീതിയിൽ നടക്കുന്ന റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തി മുൻകാല പ്രാബല്യത്തോടുകൂടി പെനാൽറ്റി ഈടാക്കുന്ന സമ്പ്രദായം നിർത്തലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി കെ.എൻ. ഭൂപേഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ. അച്യുതൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ എം.എൽ.എ. ടി.ഐ. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ മാത്രമല്ല അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഭക്ഷണം, താമസം, അതുപോലെ തന്നെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇവൻറ്റ് മാനേജ്മെൻറ്റായി പ്രവർത്തിക്കേണ്ട ചുമതലകൾ, ഇതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന അതിവിസ്തൃതമായ ഒരു വ്യാവസായിക രംഗമാണ് ജനറലായിട്ട് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ, ജി സുഗുണൻ, ഷിനാജ റഹ്മാൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കളും സന്നിഹിതരായി. ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് 5 പേർക്ക് സൗജന്യമായി കുടുംബസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കർമ്മം സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് നിർവഹിച്ചു. എ. നാരായണൻ, പി. സുമേഷ്, സി. കെ. ജയപ്രകാശ്, നാസർ മഡോൾ, മഹേഷ് മുത്താഴം എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി ഗ്രേസ് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കരുവെള്ളൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കരിവെള്ളൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ തന്നെയും പണയപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് കേരളം മുമ്പോട്ട് പോകുന്നത്. തന്റെ 2 മക്കളെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെയും വീടുകൾ കയറിയിറങ്ങുന്ന ഒരു ഉത്തമനായ രക്ഷിതാവ് മാത്രമായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. ചടങ്ങിൽ ഷീബ മുരളി അധ്യക്ഷയായി. ബ്ലോക്ക് പ്രസിഡന്റ് കെ. ജയരാജ്, കെ. വിജയൻ, അസൈനാർ ഹാജി, കെ. വി. ദാമോദരൻ, കെ. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSSP കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി സബ് ട്രഷറിയിൽ ടോക്കൺ നമ്പർ ഡിസ്പ്ലേ മെഷീൻ സ്ഥാപിച്ചു. സബ് ട്രഷറി ഓഫീസർ ലീന ഇട്ടമ്മൽ KSSPA സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി. അബ്ദുൽ ഖാദറിൽ നിന്നും ഡിസ്പ്ലേ മെഷീൻ ഏറ്റുവാങ്ങി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. KSSPA സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി. അബ്ദുൽ ഖാദറിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് ഡിസ്പ്ലേ മെഷീന്റെ സ്വിച്ച് ഓൺ കർമ്മം സബ് ട്രഷറി ഓഫീസർ ലീന ഇട്ടമ്മൽ നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി. സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ സൂപ്രണ്ട് പി. പ്രശാന്ത്, എം. ബി. ദാമോദരൻ, എൻ. രാമചന്ദ്രൻ, വി. പി. ശേഖരൻ, വി. മണികണ്ഠൻ, പി. കുട്ടിക്കൃഷ്ണൻ, ഡോക്ടർ വി. എൻ. രമണി, വി. കെ. വി. രമേശൻ, എൻ. കൃഷ്ണൻ നമ്പൂതിരി, സി. കാർത്യായനി, കെ. പുരുഷോത്തമൻ, കെ. ശശിധരൻ, എം. വി. സരോജിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരുവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് LDF 6ാം വാർഡ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം പുത്തൂർ വട്ടപ്പൊയിലിൽ നടന്നു.
CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് LDF 6ാം വാർഡ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം പുത്തൂർ വട്ടപ്പൊയിൽ ഭാസ്കരൻ സ്മാരക വായനശാല പരിസരത്ത് നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് സ്ഥാനാർത്ഥി K സജിനി, T പത്മാവതി, T ഗോപാലൻ, KV രാധാമണി, P ഹരികുമാർ, KP ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ സത്കലാപീഠം 13ാം വാർഷികം ഡിസംബർ 4, 5, 6 തീയതികളിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ സത്കലാരത്ന 2025 പുരസ്കാരം പ്രശസ്ത ഗായിക കവിത കൃഷ്ണമൂർത്തിക്ക് സമ്മാനിക്കും. പയ്യന്നൂർ സത്കലാപീഠത്തിന്റെ ഈ വർഷത്തെ സത്കലാ പുരസ്കാരം പ്രശസ്ത ഗായിക കവിത കൃഷ്ണമൂർത്തിക്ക് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും കീർത്തിഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എല്ലാ ഇന്ത്യൻ ഭാഷകളിലും സിനിമാരംഗത്തും ശാസ്ത്രീയ ഹിന്ദുസ്ഥാനി സംഗീത തലത്തിലും വലിയ സംഭാവനകൾ നൽകിയത് മുൻനിർത്തിയാണ് കവിത കൃഷ്ണമൂർത്തിക്ക് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഡിസംബർ 4, 5, 6 തീയതികളിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സത്കലാപീഠത്തിന്റെ 13ാം വാർഷികാഘോഷ ചടങ്ങിന്റെ ഭാഗമായി ഡിസംബർ 6 പുരസ്കാര സമർപ്പണം നടക്കും. ഡിസംബർ 4 പ്രാരംഭ സമ്മേളനം നടക്കും. തുടർന്ന് സാഗര സംഭവം സംഗീത പരിപാടി അരങ്ങേറും. ഡിസംബർ 5 വൈകുന്നേരം KPSCയുടെ നാടകം ഭഗവന്തി അരങ്ങേറും. ഡിസംബർ 6 പ്രശസ്ത നർത്തകി രാജശ്രീ വാര്യരുടെ ശാസ്ത്രീയ നൃത്തം അരങ്ങേറുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് VPK പൊതുവാളുടെ ചരമദിനാചരണവും പണ്ഡിത സേവാ പുരസ്കാര സമർപ്പണവും പയ്യന്നൂർ ജ്യോതി സദനം അങ്കണത്തിൽ നടന്നു. രാമകൃഷ്ണൻ ജോത്സ്യർ പണ്ഡിത സേവാ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് VPK പൊതുവാളുടെ ചരമദിനാചരണവും പണ്ഡിത സേവാ പുരസ്കാര സമർപ്പണവും പയ്യന്നൂർ ജ്യോതി സദനം അങ്കണത്തിൽ നടന്നു. കേരള തന്ത്രി സമാജം ജനറൽ സെക്രട്ടറി പൊടിയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലിയൊരു അംഗീകാരമാണെന്നതുപോലെ തന്നെ വരാനിരിക്കുന്ന കാലത്തേക്കുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. വരും തലമുറയ്ക്ക് ഇത് തുടർന്ന് ഏറ്റുകൊണ്ടു പോകേണ്ടുന്ന തലമുറയ്ക്ക് മുഴുവൻ അത്തരത്തിലുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ, ആ അംഗീകാരം എല്ലാ കാലത്തും നിലനിർത്തുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. സദനം നാരായണൻ അധ്യക്ഷത വഹിച്ചു. VPK പൊതുവാളുടെ സ്മരണയിലുള്ള ഈ വർഷത്തെ പണ്ഡിത സേവാ പുരസ്കാരം നീലേശ്വരം K രാമകൃഷ്ണൻ ജോത്സ്യർക്ക് VPK പൊതുവാളുടെ സഹധർമ്മിണി P ജാനകിയമ്മ കൈമാറി. കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം തലവൻ ഡോക്ടർ NA ഷിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ K ശ്രീനിവാസൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി. P പത്മനാഭൻ, ഡോക്ടർ E ശ്രീധരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കീർത്തനാലാപനവും ഗാനാലാപനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITU കുടുംബ സംഗമങ്ങൾക്ക് സമാപനമായി. 2ാം ദിവസം വടക്കൻ മേഖലാ കുടുംബ സംഗമം പയ്യന്നൂരിൽ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച വടക്കൻ മേഖലാതല കുടുംബസംഗമം CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ T ഗോവിന്ദൻ ഹാളിൽ നടന്നു. സ്വയം തൊഴിലിനായി തിരഞ്ഞെടുത്ത് ഊർജ്ജസ്വലതയോടെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തെ തൊഴിലാളികൾക്ക് ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുണ്ടായതെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് TI മധുസൂദനൻ MLA പറഞ്ഞു. ഞാൻ ജോലി ചെയ്ത് എനിക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ ഉണ്ടാക്കും എന്ന ഒരു മാനസികമായിട്ടുള്ള കരുത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് രംഗത്ത് നിൽക്കുന്ന അവരാർജിക്കുന്നുണ്ടെന്നുള്ളത് ചെറിയ കാര്യമാണ്. പെൻഷനായിട്ടുള്ളവരുണ്ട്, തൊഴിൽ അന്വേഷകരായിട്ടുള്ളവരുണ്ട്, കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം വെച്ച് പുറത്ത് ജോലി പോയി ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള സാഹചര്യങ്ങളിലുള്ളവർക്ക് ഒന്നായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് ഇപ്പോൾ ഇത് മാറുന്നു എന്നതാണ്. ഒരു കുടുംബ സ്വരൂപം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരാൾ അയാളുടെ ഒപ്പം ചേർന്ന് നടക്കുന്ന കുറേ ജില്ലാ കമ്മിറ്റി അംഗം K സുലോചന അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് കണ്ണവം, സംസ്ഥാന കമ്മിറ്റി അംഗമായ ദിനേശ് പയ്യന്നൂർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാബുരാജ് പയ്യന്നൂർ, വിനോദ് നെടുവാലൂർ, N ഷിബു, അനിലേഷ് പയ്യന്നൂർ, ഷീന, ബഷീർ ഒളവറ, കൗലത്ത് എന്നിവർ സംസാരിച്ചു. മണി ചെയിനും മൾട്ടി ലെവൽ മാർക്കറ്റും രണ്ടും രണ്ടാണെന്ന പൊതുബോധ്യം ജനങ്ങളെ സൃഷ്ടിക്കാൻ മുൻകൈയെടുത്ത ഇടതുപക്ഷ സർക്കാരിനെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് കുടുംബസംഗമത്തിന് സമാപനമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ലതാമേരി മുഖ്യാതിഥിയായി എത്തി. എയ്ഡ്സ് രോഗത്തെയും അതിന്റെ നിർമ്മാർജ്ജനത്തെയും കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ ഫണ്ടിങ്ങിൽ ഒരുപാട് ഡിസ്റപ്ഷൻസ് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം നമ്മൾ ചെയ്ത ഈ അവയർനെസ് പ്രോഗ്രാംസും ഈ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ UN-ന്റെ ഒരു ഗോളാണ് ടു ഇറാഡിക്കേറ്റ് എയ്ഡ്സ് ബൈ ദ ഇയർ 2030. ഈ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് ഫണ്ടിങ് വേണം, അതുപോലെ റിസർച്ച് വേണം, സപ്പോർട്ട് വേണം. ഇതിൻ്റെ ഡിസ്റപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഈ വർഷത്തേക്ക്. പിന്നെ അടുത്തത് ട്രാൻസ്ഫോമിങ് ദി എയ്ഡ്സ് റെസ്പോൺസ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് റെസ്പോൺസ്? പ്രോഗ്രാം കോർഡിനേറ്റർ അങ്കിതയുടെ നേതൃത്വത്തിൽ നടത്തിയ എയ്ഡ്സ് ദിന പ്രതിജ്ഞ വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി. തുടർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പാൾ നയന P സ്വാഗതവും പ്രിൻസിപ്പാൾ രവിചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി KV, അഫൈസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അലൈഡ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി അഫീദ പരിപാടികൾക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സ് അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും HIV പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം. എയ്ഡ്സിനെ കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചടങ്ങിൽ റെഡ് റിബൺ ധരിക്കൽ നടന്നു. ഡോക്ടർ KP ഷീബ ദാമോദർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എല്ലാവർക്കും ആദ്യമായിട്ട് ഡിസംബർ 1 HIV വേൾഡ് എയ്ഡ്സ് ഡേ ദിനാചരണത്തിന് പ്രത്യേക സ്വാഗതം. നമ്മൾ 1988 ആദ്യമായിട്ട് വേൾഡ് എയ്ഡ്സ് ഡേ തുടങ്ങിയത്. ആ കാലഘട്ടം ഞാനൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടം നമ്മൾ ഒരിക്കലും HIV എയ്ഡ്സ് നമ്മുടെ ഇടയിലേക്ക് വരില്ല എന്ന് കരുതിയ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അത് കേരളത്തില് ഒരു പ്രത്യേക മെഡിക്കൽ കോളേജില് ഒരു വ്യക്തി കൊണ്ടുവന്ന് ഉള്ളൊരു അഭ്യൂഹം പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്, ഡോക്ടർമാരായ VK പ്രമോദ്, ബിഫി ജോയ്, നവീൻ വിഷ്ണു, AK ജയശ്രീ, STI ക്ലിനിക് കൗൺസിലർ ജിതിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരുവെള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കരുവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതിന് വിദ്യാലയങ്ങളിൽ തന്നെ പല വേദികളുണ്ട്. വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ നാഷണൽ സർവീസ് സ്കീം പോലുള്ള സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ഇത്തരത്തിലുള്ള സർഗാത്മക ശേഷികൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ചടങ്ങിൽ NK വാസുദേവൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ മത്സരങ്ങളിലും സർഗോത്സവത്തിലും ലൈബ്രറിയെ പ്രതിനിധീകരിച്ച് വിജയികളായവരെയാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത്. MV അപ്പുക്കുട്ടൻ, P കേശവൻ നമ്പൂതിരി, TV ശശി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കോളേജിൽ ജില്ലാതല എയ്ഡ്സ് ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ VM സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജി K അധ്യക്ഷത വഹിച്ചു. യുവജാഗരൻ കണ്ണൂർ ജില്ലാ നോഡൽ ഓഫീസറും NSS യൂണിറ്റ് 11 പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ മഞ്ജുവാർ നാഥ്,
വിമുക്തി കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ സുജിത്ത് തില്ലങ്കേരി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കെ, NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി, ഡോക്ടർ ജയരാജൻ TK തുടങ്ങിയവർ സംസാരിച്ചു. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നൈമ അബൂബക്കർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റെഡ് റിബൺ ക്ലബിന്റെ ഉദ്ഘാടനവും എയ്ഡ്സ് വിരുദ്ധ പ്രതിജ്ഞയും തുടർന്ന് നടന്നു. പാപ്പിനിശ്ശേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജിത് കുമാർ PMK നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുത്തൂർ മഹാശിവക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ സാമ്പത്തിക സമാഹരണ ഉദ്ഘാടനം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ മഹാശിവക്ഷേത്രത്തിൽ 2027 ആദ്യ മാസങ്ങളിൽ നടത്തപ്പെടുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ സാമ്പത്തിക ശേഖരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പ്രശസ്ത സിനിമാ താരവും മറിമായം ഫെയിം ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു. അതൊരു ഭയങ്കര പോസിറ്റീവാണ്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ നാടിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ് ഈ മഹാശിവക്ഷേത്രം. ഒരു സംസ്കൃതി ഭയങ്കര ഐശ്വര്യം എന്നാണ്. അല്ലെങ്കിൽ നാടിന്റെ അങ്ങനെയല്ല, ഓരോ നാടിനും ഒരു അമ്പലം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. അത് നമ്മുടെ കൂടെ പൂർവികന്മാരുണ്ടാക്കി വെച്ച ഒരു ഇതാണ്. ആദ്യ ഫണ്ട് അഡ്വക്കേറ്റ് KK ശ്രീധരനിൽ നിന്ന് ക്ഷേത്രം മേൽശാന്തി P നാരായണൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. ഏറ്റുകൊടുക്ക അവധൂത ആശ്രമം മേധാവി സാധു വിനോദൻ പ്രഭാഷണം നടത്തി. രാജേന്ദ്രകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M ശശിമോഹനൻ, ജയനാരായണൻ, കണ്ണൻ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുടുംബാരോഗ്യ കേന്ദ്രം കടന്നപ്പള്ളി, PHC ആലക്കാട്, കൈതപ്രം CET എഞ്ചിനീയറിംഗ് കോളേജ്, NSS യൂണിറ്റ് സംയുക്തമായി ലോക എയ്ഡ്സ് ദിനാചരണം നടത്തി. ഡോക്ടർ അഖില KV കാൻഡിൽ ലൈറ്റിംഗ് നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സ് ശോഭനാദേവി T റെഡ് റിബൺ നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വിജയ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CET എഞ്ചിനീയറിംഗ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ അർജുൻ രവീന്ദ്രൻ KP ആശംസാ പ്രസംഗം നടത്തി. എയ്ഡ്സ് ദിന സന്ദേശ റാലി, ആശാവർക്കർമാർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, NSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റ് എന്നിവയും നടന്നു. പരിപാടിയിൽ ജൂനിയർ പബ്ലിക് നഴ്സുമാരായ സൈറ T മുഹമ്മദ്, ഷീജ OP, സുമയ്യ T, ശ്രുതി A, JH സുനിത, SMLP നഴ്സുമാരായ ആശ PS, രജിന K, ഗീതു MK, പാലിയേറ്റീവ് നഴ്സ് ബിലീന എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ex-BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 BSF 61ാമത് സ്ഥാപക ദിനം ആചരിച്ചു. OG നമ്പ്യാർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ex-BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 BSF 61ാമത് സ്ഥാപക ദിനം ആചരിച്ചു. OG നമ്പ്യാർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച BSF ജവാന്മാർക്ക് ആദരമർപ്പിച്ചു. V ശിവദാസൻ, അശോകൻ, MB ജനാർദ്ദനൻ, DV കൃഷ്ണൻ, P പത്മനാഭൻ, KM രമേശൻ, C മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.